ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും മലയാള സിനിമയുടെ അല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ശ്രീ മമ്മൂട്ടി അമരത്തിലെ മുക്കുവനായി മാറിയപ്പോൾ കുറച്ചുകാലമായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പിള്ളേരല്ലേ കൂടപ്പറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. എന്നാൽ പിള്ളേരുടെ ഉള്ളിലിരിക്കുന്ന ഇതാണ്. താഴത്ത് വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേരരിക്കും, എന്നിട്ട് കണ്ട ബടാകുടാച്ചന്മാരുടെ കൂടെ കഴുത്തിയാ കണ്ടിക്കും. എങ്ങനെ സ്വാമീര് നിനക്ക് മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. മകളെ, ഈ ഇരിപ്പ് കണ്ടിട്ട് അച്ഛനെ സഹിക്കണില്ല. അടുത്തതായി ഇന്ത്യൻ സിനിമാ വേദിയിലെ സൂപ്പർ താരമായ ശ്രീ അമിതാഭ് ബച്ചൻ. एक हवाई हवा की चोटी की तरह कभी हम कभी तो हम। और कतिल हमने किया उसकी सजा मेरा बब्बती। मुझे फिक्र तो नीलों के और तकिया की। 20 साल के बाद एक गांधी शब्द जयंती के दिन मुझे रिहा कर दिया गया। इतनी बड़ी दुनिया में बिना किसी दोस्त, बिना किसी सपने से मैं अकेला रह गया। और कतिल हमने किया उसकी सजा मेरा बब्बती। മലമ്പുഴയിലെ മന്ദിരോഗാശുപത്രിയിലെ അന്തേയവാസികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരകളി. നിങ്ങൾ ട്രൂപ്പ് തമ്മിലുള്ള ഉടക്ക് കാരണം രൂപ പോണത് ഞങ്ങൾക്കാ. തൊട്ടടുത്ത് ഓപ്പൺ എയറിൽ ഫ്രീ ആയിട്ട് പ്രോഗ്രാം നടക്കുമ്പോ കാശ് കൊടുത്ത് കാണാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ടിക്കറ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ വിറ്റതല്ലേ? ടിക്കറ്റ് വിൽക്കാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്ന എല്ലാം കൂടി തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഞങ്ങൾ എന്ത് വേണമെന്നാണ് സാർമാർ പറയുന്നത്? പ്രോഗ്രാം നടത്തണ്ടെന്നാണോ? പ്രോഗ്രാം നടത്താതിരുന്ന നാട്ടുകാരുടെ തല്ലുകൂടി ഞങ്ങൾ കൊള്ളണം. വേണ്ട, കൊള്ളണ്ട. ഞങ്ങൾ പ്രോഗ്രാം നടത്തിക്കോളാം. പറഞ്ഞ കാശ് കൊണ്ടുവാ. നമുക്ക് ഓഡിയൻസ് ആണ് പ്രശ്നം, എല്ലാവരുടെ കാശാണ് പ്രശ്നം. അതെ, നിങ്ങൾ പ്രോഗ്രാം നടത്തണോ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും. മമ്മൂട്ടിക്ക, ഇങ്ങ് വന്നേ, ഇങ്ങ് വാ. നീ എന്താണ് ഈ ഒളിഞ്ഞു നോക്കുന്നത്? കാസിം ഭായി അവിടെ അങ്ങനെ ഇരിപ്പുണ്ടാ നോക്കിയതാണ്. അതെന്തൊക്കെ കാസിം ഭായി കണ്ടാലറിയോ? കണ്ടാലറിയില്ല. പിന്നെ കൊണ്ടാലറിയോ? കൊണ്ടാലറിയോ. ഇവ നീ വന്നേ. യുവദർശനയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കലാദർശനക്കല്ലാതെ വേറെ ആർക്കും മിമിക്രി കളിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവന്മാർ വിചാരിച്ചത്. തറക്കണ്ടത്തിനെ നമ്മൾ തറ പറ്റിച്ചു. പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, തറ പറ്റിച്ചേ തറ പറ്റിച്ചേ കലാദർശനെ തറ പറ്റിച്ചേ, തറ പറ്റിച്ചേ തറ പറ്റിച്ചേ കലാദർശനെ തറ പറ്റിച്ചേ, പൊട്ടിച്ചേ പൊട്ടിച്ചേ. അതാ കലാദർശനെ ചവിട്ടി വിറ. അവന്മാരെ ശരിക്കൊരു പാഠം കിട്ടി. ബെന്നി, ആ പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ. അമ്മമാരുടെ വണ്ടിയില്ലേ? നോക്ക്, എന്താ അവന്മാര് നമ്മളെ വാരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. കെട്ടുകെട്ടിച്ചേ കലാദർശനെ കെട്ടുകെട്ടിച്ചേ 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 കലാദർശനെ കെട്ടുകെട്ടിച്ചേ കലാദർശനെ കെട്ടുകെട്ടിച്ചേ.
എന്തൊരു വിശപ്പ്. ഉണ്ണി, ഈ പോലീസുകാരുടെ ഈ കാശ് കൊടുത്തയച്ചാ എന്തെങ്കിലും മേടിച്ചോണ്ടെന്ന് തരൂ? ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നാ. നിനക്ക് ഇതിനകത്ത് കിടന്നാലും വേണ്ടില്ല, എന്തെങ്കിലും തിന്നണം ഒറ്റ വിചാരമേ ഉള്ളൂ. പിന്നെ തിന്നണ്ടേ? എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് വിവരം അറിയിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ക്ഷീണമുണ്ടെങ്കിൽ പാപ്പച്ചൻ ചേട്ടൻ കിടന്നോളൂ. അതേടാ, എന്നെ കൊണ്ട് ഈ കാശ് മുഴുവൻ ചെലവാക്കി നീ എന്നെ ജയിലിൽ കൊണ്ട് കിടത്താൻ നോക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും നിന്നെ ഇവിടുന്ന് വിടില്ല, ഇവിടെ കിടത്തും. വെളിയിൽ ഇറങ്ങട്ടെ. പല തന്തയ്ക്ക് പറഞ്ഞ നിഷേധി, നീ മറ്റാളത്തോട് വേണ. പച്ച വെള്ളം തരത്തില്ല. കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞാൽ രാത്രി തന്നെ ഇവിടെ എത്താമല്ലോ. പിന്നെ ഇത്രയും നേരമായിട്ട് ഇവര് എവിടെ പോയി കിടക്കുക? അച്ചോ, എനിക്കൊരു സംശയം. നമ്മുടെ വണ്ടി വല്ല ലോറിയായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം തീർന്നു കാണും. പോസ്റ്റ്മോർട്ടത്തിനായി എല്ലാത്തിനെയും ആശുപത്രിയിലാക്കി കാണും. നിങ്ങളെ കൈനാക്കണ്ടൊന്നും വിളമ്പണ്ട. ഇന്ന് രാത്രി പയ്യനൊരു പ്രോഗ്രാം ഉള്ളതാ. അവിടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് സമാധാനം പറയാ? കേട്ടു. ഓ, ഹലോ, കലാദർശന. ഓ, അതെ, ഫാദർ തറക്കണ്ട സംസാരിക്കണേ. എന്റെ കർത്താവേ, എന്റെ കാവൽമാരാകെ എല്ലാവരും ചത്തുപോയി. നമ്മുടെ വേനും ലോറിയും കൂട്ടിയിടിച്ച് എല്ലാം ചത്തുപോയിന്ന്. ദേ അച്ഛൻ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പോയിരിക്കണു. എന്റെ കർത്താവേ, എന്ത് പറയാ. മമ്മൂട്ടി പോയി 10 രൂപ തന്നതാണ്. നമ്മുടെ ലോറിയെ കൂട്ടിയിടിച്ച് എല്ലാരും ചത്തുപോയിന്ന്. എന്റെ ദൈവമേ. പാതിരാത്രി നടുറോഡിൽ കിടന്ന് ചന്തപ്പിള്ളേരെ പോലെ അടിപിടി കൂടാന്ന് വെച്ചാൽ അതിന് ചീത്തപ്പേര് അച്ഛനാ. മേലിൽ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, മനസ്സിലായോ? അച്ചോ, ഈശോ വിജയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. തെറ്റാരുടെ ഭാഗത്തായാലും എന്റെ കുട്ടികളെ വിട്ട സ്ഥിതിക്ക് അവരെ കൂടി വിടണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഫാദർ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കൂടെ വിട്ടയക്കാം. എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? എനിക്ക് ധൈര്യം തരേണ്ട ഉണ്ണി ഇങ്ങനെ തളർന്നാലോ? ലതയോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ല. വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്ന ഇളയ 2 സഹോദരിമാർ. മല്ലികയുടെ വിവാഹം കഴിഞ്ഞ എന്റെ ബാധ്യത തന്നെ ഇനിയും തീർന്നിട്ടില്ല. എല്ലാ ബാധ്യതയും തീർന്നിട്ട് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനാണോ ഉണ്ണിയുടെ തീരുമാനം? എന്റെ സിറ്റുവേഷൻ കൂടി ഉണ്ണി ഒന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ലതയ്ക്ക് ഈ പ്രപ്പോസൽ ഒഴിവാക്കാൻ കഴിയില്ലേ? ശരി, ഇത് ഒഴിവാക്കാം. അടുത്തൊരു പ്രപ്പോസൽ വരുമ്പോ എന്തു പറയും? എന്ന് നമ്മുടെ വിവാഹം നടക്കുമെന്ന് ഉണ്ണിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സഹോദരിമാരുടെ വിവാഹം എന്ന് കഴിയുന്നു അതിനുശേഷം നമ്മുടെ വിവാഹം, അല്ലേ? നീണ്ട ഒരു കാത്തിരിപ്പ്. ഉണ്ണിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിടിച്ചു നിൽക്കാൻ വയ്യാതായാൽ എനിക്കൊന്നേ ചെയ്യാനുള്ളൂ. വീട് വിട്ടിറങ്ങി ഉണ്ണിയോടൊപ്പം വരിക. വണ്ടി നിർത്തൂ. ആ മിമിക്രിക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു.